നമ്മൾ ഇവിടെ ബാങ്കോക്കിലുള്ള ലുംബിനി പാർക്കിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. നടക്കണമെന്നില്ല, പക്ഷെ ആൾക്കാർ ഓടാൻ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. നമ്മൾ മാത്രം തിന്നുക ഉറങ്ങുക. ഓക്കെ, ലുംബിനി പാർക്കിൽ എന്തോ വലിയ കാര്യമായിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഓടാൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവിടെ ബോട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഒക്കെ സമയം കഴിഞ്ഞേക്കണമെന്ന് തോന്നുന്നു. ഒന്നും പ്രത്യേകിച്ച് ആക്റ്റീവ് അല്ല. ഞങ്ങളൊരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ എന്തായാലും. പക്ഷേ ഒരു ലോഡിന് ആൾക്കാരുണ്ട് ഈ പാർക്കിൽ. മീൻസ് നോർമലായിട്ട് വാക്കിങ്ങിനും ഓടാനും ഒക്കെ. നമ്മുടെ നാട്ടിൽ മറ്റേ മാരത്തോൺ ഓർഗനൈസ് ചെയ്താൽ പോലും ഇത്ര ആൾക്കാർ വരുമെന്ന് എനിക്കറിയില്ല. ഇതമ്മാതിരി ജനക്കൂട്ടുണ്ട്. പിന്നെ അതും ഡാൻസ് പരിപാടിയും ആൾക്കാർ വന്ന് ജോയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഡാൻസ് കളിക്കാൻ വന്നിട്ടുണ്ട്. ഇത് മറ്റേ ഈ സൂംബ പോലത്തെ എന്തൊരു പരിപാടിയെ തോന്നുന്നുണ്ട്. എന്തായാലും കാണിച്ചു തരാം. എൻ്റെ മോനെ, ഇത് തീരുന്നില്ല. ഇതൊരു ലോഡിന് ആൾക്കാരുണ്ട്. പിന്നെ ഓപ്പൺ ജിം ഉണ്ട്. അതേപോലെ തന്നെ കലസ്തനിക്സിന് പറ്റിയ സംഭവമുണ്ട്. അതാണ് ഓപ്പൺ ജിം. ഓ മൈ ഗാഡ്. അതിനെ ഒരു നോട്ടം കൊല്ലൂടാൻ തന്നെ. അവിടെ അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. അവർ സ്ട്രോങ് ആണ്. നമ്മുടെ ടീമിനെ കട്ടിങ് ഡബിൾ സ്ട്രോങ് ആണ്. നമുക്ക് ഇതൊക്കെ വീഡിയോ എടുക്കാം. ഇതൊന്നും ആരും ഒന്നും പറയില്ല. പക്ഷെ ആൾക്കാരെ വീഡിയോ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ലുംബിനി പാർക്ക് ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കുന്നത് ഭയങ്കര വലുതാണ്. ഇവിടെ ആണെങ്കിൽ ഓട്ടം തീർന്നിട്ടില്ല. ആൾക്കാർ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വെറും ഓടാനുള്ള ട്രാക്ക് മാത്രമല്ല കേട്ടോ. ഇവിടെ ബാസ്കറ്റ് ബോളിൻ്റെ കോർട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള കിഡ്സിൻ്റെ പാർക്കുണ്ട്. അതിൻ്റെ പിന്നിൽ അതാ ബാസ്കറ്റ് ബോള്. അതിൻ്റെ പിന്നിൽ അവിടെ ഒരു വോളിബോളിൻ്റെ സംഭവമുണ്ട്. ഇവിടെ മറ്റേ ഡാൻസും ഇതൊക്കെ പ്രോഗ്രാംസൊക്കെ നടത്താനുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അങ്ങനെ കുറേ എല്ലാം ഒരു എന്താ പറയുക, നാടിൻ്റെ നടുക്കിൽ വേണ്ട ഒരു പാർക്കുണ്ട്. ഓപ്പൺ ജിമ്മുണ്ട്. പിന്നെ മറ്റേ ഓപ്പൺ ജിമ്മിൻ്റെ കൂടെ തന്നെ വേറെ കലസ്തനിക്കിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായി. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. സ്ലൈഡ് ഉണ്ട്. ഒക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. ഒരു എൻട്രി ഫ്രീയോ അങ്ങനെ അല്ല, എൻട്രൻസ് ഫ്രീയോ അങ്ങനത്തെ ഒരു സംഭവമില്ല. അവിടെ എന്തായാലും ഒരു മുതലയുടെ പോലത്തെ ഒരു ചിത്രം ഉണ്ട്. ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഇതിനെക്കുറിച്ച് അറിയുന്നവർ പറയുക. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. സംഭവം ഇവിടെ ഉണ്ടോ നോക്കട്ടെ. മീൻ എന്തായാലും ഉണ്ട്. ഓ മൈ ഗോഡ്, ആൾ ഇവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ മോനാണ്. ഒരു വലിയ നമ്മുടെ കണ്ണമീൻ പോലത്തെ ഒരു മീനതാ. എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് അവിടെ അപ്പട്ടൊരെണ്ണം കൂടി ഉണ്ട്.
ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണം. പിന്നെ ഈ മീനൊക്കെ നാട്ടിലിങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ്റെ അവസാനമാണ്. ഈ കുളത്തിൽ അല്ല, ഈ വെള്ളത്തിൻ്റെ ബോഡിയിൽ ഇവന്മാർ കുറച്ച് അധികം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം, പോവല്ലേ നമുക്ക്. കുറേ മീനുണ്ട് കേട്ടോ പൊന്നു. എൻ്റെ പൊന്നു അവിടെ എന്തൊരു മീനാണോ നമുക്ക് മേലെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇവിടെ ഒരു കാര്യമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പൊന്നുമക്കളെ എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദികളല്ലെന്ന്. സൂക്ഷിച്ചും കണ്ടിട്ടും ഇവരെ കൂടെ നിൽക്കണം. ആ നിൽക്കുന്നുണ്ട് മുതൽ. മോനെ ഇവിടെ ആണെങ്കിൽ ഒരുപാട് മീനുണ്ട് ഗൈസ്. ഓ ഇത് മറ്റേ വളർത്തു മീൻ പോലത്തെ മീനാണ്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ട് ഒരു വട്ടം ഇവിടെ. പക്ഷേ ഇയാൾ മറ്റേ ഉടുമ്പ് പോലത്തെ എന്ത് സാധനമൊന്നുമുണ്ട് അവിടെ ഉണ്ട്. അവിടെ അതാ കരയത്ത്. അതിനെ പോയിട്ട് അവിടെ പോയിട്ട് വീഡിയോ എടുത്തരാം. നമ്മളാ ഡാൻസ് ആ റോട്ടിൽ മാത്രമുള്ളതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് അവിടുന്ന് വളർന്ന് ഇവിടെയൊക്കെ ആൾക്കാരതാ കളിക്കുന്നു ഗൈസ്. എന്താണ് ഈ നാടിന് സംഭവിക്കുന്നത്? ഓ അയാളാണ് ലീഡ് ചെയ്യണത്. ചവിട്ടി നീങ്ങുന്ന ബോട്ടുകളും ഉണ്ട്. പക്ഷെ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ് തോന്നുന്നു കേട്ടോ. ക്ലോസ്ഡ് അല്ലാച്ചെങ്കിൽ നമുക്ക് റൗണ്ട് അടിക്കാം. നോക്കട്ടെ. അപ്പോൾ ഇതിന് സമയവും കാലമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നാളെ എങ്ങാനും വന്നിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് തിരിച്ച് റൂമിലോട്ട് പോകാം. അപ്പോൾ ഇതിന് മുന്നത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വീഡിയോ, അവിടുത്തെ സൈക്ലിങ്ങും കയാക്കിങ്ങും ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. എന്തായാലും നമുക്ക് പോവാം. ഇവിടെ അവരിപ്പോഴും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറിന് മേലെ തോന്നുന്നുണ്ട്. പിന്നെ അതാ ബാങ്കോക്കിൻ്റെ ബിൽഡിങ് അവിടെയാണ് നമ്മൾ പാസ്പോർട്ട് കൊടുത്ത് നമുക്ക് വിസ കിട്ടിയതും ക്യാൻസലാക്കിയതൊക്കെ ഇവിടെ നിന്നാണ്. HSBCൻ്റെ ചിഹ്നമാണുള്ളത്. അതേപോലെ വലിയ വലിയ ബ്രാൻഡുകളുടെയൊക്കെ ചിഹ്നവും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇതിന് ചുറ്റുവരം. ഭയങ്കര ഒരു സിറ്റിയുടെ നടുക്കിലാണ് ഇമാതിരിക്കുന്ന ഒരു പാർക്ക് പണിഞ്ഞ് വെച്ചേക്കണത്. കൊള്ളാം. അതും ഫുൾ ഫ്രീ ഓഫ് കോസ്റ്റാണ്. എൻ്റെ പൊന്നൂടാവേ സൈക്ലിങ്ങിനുള്ള ട്രാക്ക് ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് അതൊന്ന് നോക്കി വെക്കാം എന്തായാലും. ഒരു വെറൈറ്റി സംഭവം കണ്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. ഇത് മറ്റേ ഈ മൗണ്ട് ബൈക്ക് അല്ലെങ്കിൽ മറ്റേ സൈക്കിളിൻ്റെ ട്രാക്ക് ഉണ്ടാക്കിയിട്ട പോലെ എന്തോ ഒരു ട്രാക്കാണെന്ന് തോന്നുന്നുണ്ട്. ഇതെന്താണ് സംഭവം? സൈക്കിളിൻ്റെ ട്രാക്കാണോ? എന്തായാലും അവിടെ ബാസ്കറ്റ് ബോളുകൾ ഇറക്കുന്നുണ്ട്. ഇവിടെ ഒരു 1000കണക്കിന് ജനങ്ങൾ ഓടുന്നുണ്ട്. ഇവിടെ ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാവണില്ല. പക്ഷെ എന്തായാലും നോക്കി നോക്കാം. എൻ്റെ പൊന്നിടാവ് ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, ഒരുപാട് പാർക്കുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി സംഭവമായിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ. ഇത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കണ ആ സൈക്കിളില്ലേ, ബാലൻസ് സൈക്കിള്. എൻ്റെ മോനെ അതിനുള്ള ഒരു പാർക്ക്. അതും എന്ത് ഇൻഫ്രാസ്ട്രക്ചറാന്ന് പറയുന്നത്. ഒരുപാട് അതായത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. അതിന് കുറേ നമ്മുടെ ഹമ്പ് പോലത്തെ സാധനമില്ലേ, എന്താണ് മരത്തും കൊണ്ട് വെച്ചിട്ടുണ്ടാക്കിയത്. കുറേ കയറ്റം ഇറക്കം. ഓ സീൻ. ഇതെവിടെ ആരോ ആ സൈക്കിൾ കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ സൈക്കിളൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മുടെ നാട്ടിലും ചെറിയ കുട്ടികളുടെ അടുത്ത് ഞാൻ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്.
ഇങ്ങനത്തെ സൈക്കിള്. അതിന് മറ്റേ പെടലതൊന്നും ഉണ്ടാവില്ല, കാല് ചവിട്ടി ഉരുട്ടിയിട്ട് തന്നെ വേണം അത് ഓടിക്കാൻ. അതായത് ഏത് പ്രായത്തിലുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ ഇതാ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള സൈക്കിളാണ്. ഞാൻ ചോദിച്ചോട്ടെ ആദ്യം, ഇതൊരു വെറൈറ്റി സംഭവമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ബാലൻസ് സൈക്കിളിന് വേണ്ടിയിട്ട് ഇതാ അവൻ്റെ പ്രായത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു നാട്ടിലൊരു പാർക്ക് അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഒരു ട്രാക്ക്, ഒരു പാർക്കിൻ്റെ നടുക്കിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് പെഡൽ പോലും ഇല്ലാത്ത ബാലൻസ് സൈക്കിൾ എന്ന് പറയും, ആ സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു കിണ്ണൻ ട്രാക്ക്. ഓ മോനെ സീൻ.